നമസ്കാരം, എന്റെ പേര് ആൻഡ്രിയ പുലിക്കോട്ട്. ഞാനൊരു ഡാൻസ് സ്പോർട്ട് അത്ലറ്റ് ആണ്. ഞാൻ റഷ്യയിലായിരുന്നു ട്രെയിനിങ് ഒക്കെ ചെയ്തിരുന്നത്. ഞാൻ ഇപ്പോഴത്തെ നാഷണൽ ചാമ്പ്യൻ ആണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് ഡാൻസ് സ്പോർട്ട് വേൾഡ് കപ്പിൽ പോകാനായിട്ടുള്ള ഒരു അവസരം മലയാളിയായി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇന്ത്യനെ തന്നെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ പോകുന്നത്. അപ്പോ ഞാൻ ഫണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ക്രൗഡ് ഫണ്ടിങ് ചെയ്യാമെന്ന് സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് എമൗണ്ട് കംപ്ലീറ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സുരേഷ് ഗോപി സാറിനെ കാണാനായിട്ടുള്ള ഒരു അവസരം വന്നത്. അപ്പൊ ആളോട് ഞാനിത് അവതരിപ്പിച്ചപ്പോ ആള് തന്നെ പറഞ്ഞു നമുക്ക് ചെയ്യാം, നാളെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 1.25 ലക്ഷം രൂപയുടെ അടുത്താണ് ആള് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നമ്മള് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ നാടിന്റെ വികസനത്തെ പറ്റിയുള്ള, ദേശീയതയെ പറ്റിയുള്ള നമ്മുടെ നാടിന്റെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹമായി പങ്കുവെക്കുന്നതിനാണ്. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഹലോ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയുന്നു. അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നല്ലാണ്ട് കേരളത്തിൽ പോപ്പുലേഷൻ കൊടുത്തിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. സർക്കാർ അതിനോട് എന്തൊക്കെയോ തിരിഞ്ഞു നിൽക്കുക. ഒന്നും ചെയ്യാനൊക്കത്തില്ല. കേന്ദ്രത്തിന്റെ പങ്ക് അവർ കൊടുക്കാൻ തയ്യാറാണ്. കേരളവും ചേർന്ന് 5 ലക്ഷം എന്ന് പറയുന്ന അങ്ങനെയാണ് ഇൻഷുറൻസിന്റെ പദ്ധതിയുടെ ഘടന. എങ്ങനെയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സർക്കാരിനെ ചവിട്ടി പുറത്ത് കളയുക, പുതിയ നല്ല സർക്കാരിനെ കൊണ്ടുവരിക. അല്ലാതെ അത് ചെയ്യാൻ ഒക്കത്തില്ല. അതിനി അടുത്ത മെയ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ. നിങ്ങൾ ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. PM ശ്രീ പറ്റുമോ? കേരളം വഴങ്ങാതെ പറ്റുമോ? മറ്റു സംസ്ഥാനങ്ങൾക്ക് എന്താ ഈ അസുഖമൊന്നും ഇല്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അവരൊക്കെ അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട്. വേണ്ടാന്ന് നിശ്ചയിച്ച സംസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ വേറെ കഴിവ് അവർക്കുണ്ടായിരുന്നു. നമുക്ക് ആ കഴിവില്ല. എത്ര സ്കൂളിലാണ് മരം വീണ് കുഞ്ഞുങ്ങൾ അപകടകരമായ ഒരു സിറ്റുവേഷനിൽ പഠിക്കുന്നത്? എങ്ങനെ അച്ഛനമ്മമാർ വീട്ടിൽ സമാധാനത്തോടിരിക്കും? ഓട് പൊട്ടി വീഴുക, പട്ടിയിലൊടിഞ്ഞ് ഓട് വീഴുക, ഇതൊക്കെ സംഭവിക്കുന്നില്ല. പിന്നെ പഠിപ്പിക്കുന്നത് എന്താണ്? അതിന് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഇവരൊക്കെ ജയിച്ചു വന്ന ഒരു സർക്കാരും അവരുടെ പാർലമെന്റും പാസാക്കിയ ഒരു പദ്ധതിയാണത്. അതിലെന്തോ ഈ ചർച്ച? ഒരു സമയത്ത് പറയും കുഴപ്പമാണെന്ന് പറയും, പിന്നെ അതേ എന്തോ മന്ത്രി ഉടനെ പറയും ഇല്ല, എന്താ അതിൽ കുഴപ്പം എന്നും ചോദിക്കുന്നുണ്ട്. ഇതാരെ അവർ പറ്റിക്കുന്നത്? ജനങ്ങൾക്ക് നിഷേധം ഉണ്ടാവാൻ പാടില്ല. PM ശ്രീ ഇന്ത്യ ആകമാനം കുഞ്ഞുങ്ങൾക്ക് ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് ദൂരെ നിർത്താൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രായപരിധിയിൽപ്പെടുന്നവർ മാത്രമല്ല, അങ്ങനെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ 5 ലക്ഷം രൂപയുടെ കവറേജ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിന് ആ പദ്ധതി ജനങ്ങൾക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കി കേരളത്തിലെ ജനങ്ങൾക്കും അത് ലഭിക്കാനുള്ള വഴിയാണ് ഇവിടുത്തെ സർക്കാർ നോക്കേണ്ടത്. അത് ഇതിൽ മാത്രമല്ല, കർഷകരുടെ നിന്ന് നെല്ല് സംഭരണത്തിന്റെ വിഷയത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ 1500 രൂപയാണ് ഓണറേറിയം കേന്ദ്രം കൂട്ടിയത്. ആനുപാതികമായി എത്രയാണ് ഇവിടെ കൂട്ടേണ്ടത്? എത്ര കൂട്ടി? അത് പെട്ടെന്നൊരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ഇത്രയും കാലം വേണ്ടിയില്ലല്ലോ. ആ പാവങ്ങൾ അവിടെ എത്ര ദിവസമായിട്ട് കിടക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അപ്പോൾ നിങ്ങളുടെ അത് കിറ്റ് തന്ന് നേടിയതോ എന്തോ ആവട്ടെ, കയറി ആ കസേരയിലിരുന്ന് നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് തിരുത്തു കുറിക്കാൻ സാധിക്കുന്ന മുഹൂർത്തം വരും. അന്നേരം നിങ്ങളത് കൃത്യമായി ഉപയോഗിക്കണം. ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെയും നമുക്ക് 5 വർഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞ് അല്ലേ ഇരിക്കാൻ പറ്റും.
അത്രയേ ഉള്ളൂ. എനിക്കാകെ ഉറപ്പ് തരാൻ പറ്റുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനെ കേരളത്തിൽ കൊണ്ടുവന്നാൽ ഇത് ഡബിൾ എഞ്ചിൻ സർക്കാരായി മാറും. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ഇവിടെ കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യാനുള്ള മനോഭാവവും ഉണ്ടാവും. കേന്ദ്രത്തിൽ എന്താണ് കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഇനിയും തുടരും. നിങ്ങൾക്ക് അതിന്റെ ഗുണം ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ അതിനൊരു ഒരു എങ്ങനെ തിരുത്തി കുറിക്കണം എന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ശക്തി മാത്രമാണ്. ഒരു 5 വർഷത്തേക്ക് പരീക്ഷിക്കുമെന്നേ ഞാൻ പറയും. ഈ കോർപ്പറേഷൻ ഇലക്ഷനും അത് വളരെ അത്യാവശ്യമാണ്. ഒരു MP-യുടെ പ്രവർത്തനത്തിന് പോലും സുഗമത വരണമെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ്. ഈ പറയുന്ന 56 ഡിവിഷനുകളിൽ ഒരു 36 ഡിവിഷന്റെ ശക്തി ഞങ്ങൾക്ക് തന്നു നോക്കൂ. അതിന്റെ വ്യക്തമായ വ്യത്യാസം നിങ്ങൾക്ക് അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. KK വേലപ്പൻകുട്ടി ഇവിടുത്തെ ഗ്രാമസേവനായിരുന്നു 8.25 വർഷം. ഒല്ലുക്കര ബ്ലോക്കിൽ 20 വർഷം. എക്സ് സർവീസ്മെൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ പ്രശ്നം പല വേദികളിലും ഉന്നയിച്ചിട്ട് സോൾവ് ആയിട്ടില്ല. പ്രശ്നം ഇതാണ്, ഈ ഗവൺമെൻറ് ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ECHS ഓൾറെഡി ഉണ്ട് ഇവിടെ ഇൻഷുറൻസ്. അതിൻ്റെ മുകളിൽ ഈ ഗവൺമെൻറ് 500 റുപ്യ വേറെ ഒരു ഇൻഷുറൻസ് അടിച്ചേൽപ്പിച്ചു. ഇത് ഭാര്യയും ഭർത്താവും ജോലിയുള്ളവർക്ക് 1000 റുപ്യ ഞങ്ങൾക്ക് പ്രതി മാസം കൊടുത്ത് 12,000 രൂപ കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തേണ്ടതായിട്ടുള്ളൊരു ഗതികേട് വന്നിരിക്കുകയാണ്. ഇത് പലപ്പോഴും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് KK വേലപ്പൻ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ ചീഫ് മിനിസ്റ്ററെ. അറിയിച്ചതിന്റെ ഒരു കോപ്പി എനിക്കൊന്ന് തരൂ. ശരി, ഇത് കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ, കാരണം എക്സ് സർവീസ്മെൻ ആയതുകൊണ്ട് അതെ ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അതിനകത്ത് ബന്ധപ്പെട്ട വകുപ്പിന് നിങ്ങൾ തരുന്ന പത്രിക എന്താണെന്ന് വെച്ചാൽ അത് അവിടെ സമർപ്പിക്കാം. എന്താണ് മാർഗം നോക്കാം. സ്റ്റേറ്റ് പ്രസിഡന്റ് ഗോപിനാഥിന്റെ കയ്യിൽ അതിന്റെ കോപ്പി ഉണ്ട്, അത് മേടിച്ച് തരും. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും സാർ, ഞാൻ പട്ടികജാതി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ്. നിലവിൽ ഇന്ത്യക്ക് എതിരെ വൈസ് പ്രസിഡന്റും PDS-ലും ഉണ്ട്. അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫണ്ട് വകം മറ്റ് ചെലവഴിക്ക് സംസ്ഥാന ഗവൺമെൻറ്. ഇതിന് തടയിടാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വികസനം വേണ്ടം വരെ ഞങ്ങളിൽ എത്തുന്നില്ല. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് കേന്ദ്ര മന്ത്രി നിലയ്ക്ക് ഞങ്ങൾക്ക് കിട്ടേണ്ട മറുപടി. മറ്റൊന്ന്, ഇപ്പോൾ കഴിഞ്ഞ 2019 മുതൽ 25 വരെയ്ക്ക് SSC പാസ്സായ കുട്ടികൾക്കും +1 കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായവർക്ക് 4 ഗ്രാം വീതം ഗോൾഡ് മെഡൽ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ 20,000 കുട്ടികൾക്ക് കിട്ടണം. 20,000 കുട്ടികൾക്ക് കിട്ടണം. 10,000 പവനാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇല്ലാണ്ടാക്കിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ നടത്തണം. അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറിന്. ഇവിടെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു കേരള സർക്കാർ ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ഉണ്ടോ? കേരള സർക്കാർ ഇതിനൊരു MP, ഒരു BJP-യുടെ മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? കാരണം ഞാനിത് പറഞ്ഞു മടുത്തു. പട്ടികജാതി മന്ത്രി വരെ, പട്ടികജാതി പിന്നോക്ക വകുപ്പിന്റെ മന്ത്രി വരെ അവരുടെ സ്വന്തം ആളാണ് അല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്തെനിക്ക് ചാർത്തി തരണം, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പ്രൈവറ്റ് ഇപ്പൊ പറഞ്ഞു കൊടുക്ക്. ഞാൻ ഇനി അങ്ങോട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ വരെ പുറത്ത് പറഞ്ഞില്ല. കാരണം എൻ്റെ സഭയിൽ വരുന്ന വിഷയങ്ങൾ ഞാൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക, കാര്യം സാധിക്കാവുന്നത് സാധിച്ചു കൊടുക്കുക, അല്ലാത്തത് പിന്നെ അവരോട് പറയുക. അടുത്ത ഡിസംബർ കഴിഞ്ഞോട്ടെ, ചില വിഷയങ്ങളിൽ അടുത്ത മെയ് 1 കഴിഞ്ഞോട്ടെ, നിങ്ങൾ നിശ്ചയിക്ക്, എന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ അതൊരു തികഞ്ഞ ഉത്തരവല്ല.
അതൊരു പോംവഴി, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു തികഞ്ഞ ഉത്തരമല്ല, ഉത്തരവാദിത്വമുള്ള ഉത്തരവുമല്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഈ മോഡേൺ കോളനിയിൽ പോയി. അതെവിടെ? അഞ്ചേരിയിൽ വർഗീസ് കണ്ടംകുളത്തി എന്ന് പറയുന്ന ഡെപ്യൂട്ടി മേയറാണ്. ആ, പുള്ളി മുന്നത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നു. അദ്ദേഹമാണ് അവിടുത്തെ ഡിവിഷനിലെ കൗൺസിലർ. ഡിവിഷൻ നമ്പർ എത്രയാണ്? നിങ്ങളിതെല്ലാം, നിങ്ങൾക്ക് സമൂഹത്തോട് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിൽ കരുതി വെക്കണം. ചോദിക്കേണ്ടവരോട് ചോദിക്കണം. പാർട്ടിക്കാർ വീട്ടിൽ വരുമ്പോൾ, സ്ലിപ്പുമായിട്ട് വരുമ്പോൾ ചോദിക്കണം. ഡിവിഷൻ നമ്പർ 26 മോഡേൺ കോളനി, SC കോളനിയാണ്. ബഹുമാനീയനായ EMS നമ്പൂതിരിപ്പാട് കൊടുത്ത ഒരു പദ്ധതിയാണ്. എത്ര കുടുംബങ്ങളാണ്? 60 കുടുംബങ്ങളുണ്ട്. അവരെന്നോട് പറഞ്ഞു, കഴിഞ്ഞ 50 വർഷമായിട്ട് സാർ ഇപ്പൊ കാണുന്ന അവസ്ഥയിലാണ് വീടുകൾ. ഗതികേടിന്റെ തമ്പുരാനാണ്. നല്ല തല്ലു കൊടുക്കണം ഈ അവസ്ഥയിൽ അവരെ ഇട്ടിരിക്കുന്നവന്മാർക്കിട്ട്. നല്ല തല്ലു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളൊരു ബസ് പിടിച്ചൊരു മിനി ബസ് പിടിച്ച് പോയി ഒന്ന് കാണണം. എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഏതാണ്ട് 51-55 SG കോഫി ടൈംസ് തന്നെ, ഇതും SG കോഫി ടൈംസാണ്. ഇപ്പോഴത്തെ ഇതില്ല, ഈ ഒരാഴ്ചയായിട്ട് നടത്തുന്നതല്ല. അല്ലാതെ 2024 ഇല്ല, 23, 21 മുതൽ 23 വരെ ഏതാണ്ട് 50-55 എഡിഷൻസ് നടത്തി. വലിയ ഇതിൻ്റെ ഒരു 3 ഇരട്ടി സംഘബലമാണ് അവിടെ വരുന്നത്. പാർട്ടിക്കാരേ ഉണ്ടാവില്ല. എൻ്റെ കൂടെ അനീഷ് ഉണ്ടാവും. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന 4 പേരെൻ്റെ പിന്നിൽ വന്നിരിക്കും. അവർ സംസാരിക്കില്ല. അനീഷ് മാത്രം അതിൻ്റെ എന്താണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയും. പിന്നെ വർത്താനമാണ്. കലുങ്ക് 2 മാസമായിട്ട് നടത്തുന്നു. എത്ര എണ്ണമെന്ന് ഞാൻ ഇതുവരെ എണ്ണിയിട്ടില്ല. ഒരുപാട്. അത് കേരളമാകമാനം ഏതാണ്ട് 6 ജില്ല ഞാൻ കവർ ചെയ്തു. തൃശ്ശൂർ മാത്രമല്ല. ഇത്രയും പോയെടുത്ത് എൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞ 2 സംഗമങ്ങളാണ്. ഒന്ന് ഇന്നലെ മോഡേൺ കോളനിയിലും, ഒന്ന് മിനിഞ്ഞാന്ന് രാത്രി പാടുക്കാട്. ഡിവിഷൻ നമ്പർ എത്ര? ഇതൊക്കെ നിങ്ങൾ ഞാൻ ഇത് 26 മോഡേൺ കോളനി. ഇത് 4-മത്തെയാണ്. അല്ല, പാടുക്കാട്. ഓക്കെ, പാടുക്കാട് 4, ഡിവിഷൻ നമ്പർ 4, 4ഉം 26 നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു സ്കൂട്ടറിലോ കാറിലോ ബസ്സിലോ കുറച്ച് ആൾക്കാർ പോയി ഒന്ന് മനസ്സിലാക്കും. അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഇന്ന് ഞാൻ മീഡിയയോട് പോയി കാണാൻ പറഞ്ഞിട്ട് അവർ പോയി കണ്ടിട്ടുണ്ട്. അവരാദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വരുത്തന. ഈ നമ്മൾ ഡിപ്രഷനിലേക്ക് പോവുക എന്ന് പറയത്തില്ലേ, രാത്രി ഉറക്കം കിട്ടി പോവുക എന്ന് പറയത്തില്ലേ, അത് മിനിഞ്ഞാന്ന് സംഭവിച്ചു, ഇന്നലെയും സംഭവിച്ചു. എങ്ങനെയാണ് ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത്? ഓരോ വർഷം കഴിയും തോറും പരിഹാരം കാണുന്നത് കഠിനമേറിയ ഒരു ചുമതലയായി മാറി. കാരണം സങ്കീർണത എന്ന് പറയുന്നത് ഇരട്ടിച്ചുകൊണ്ടിരിക്കും. അവിടെയുള്ള ഒരു കുഞ്ഞിന് 15 വയസ്സായെങ്കിൽ അടുത്ത വർഷം അതിന് 16 വയസ്സാണ്. 2 വർഷം കഴിഞ്ഞാൽ അതിനെ കോളേജിൽ അയക്കണം. അപ്പോൾ ആ കുടുംബത്തിന്റെ സങ്കീർണത എന്ന് പറയുന്നത് എത്രമാത്രം വർദ്ധിക്കുന്ന മക്കളും കൊച്ചുമക്കളുമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. അവർ താമസിക്കുന്ന കൂരയുടെ ബലം എത്രയാണെന്ന്, പിന്നെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നക്ഷത്രം എണ്ണുന്ന കാഴ്ചയാണോ കൂര നൽകേണ്ടത്? SC കോളനിയുടെ എത്ര 68 വീടുകാരല്ലേ? 60 കുടുംബങ്ങൾ. ആ സ്ഥലത്തിന് ക്രയ വിക്രയ സ്വാതന്ത്ര്യമില്ല.
അവർക്കത് മക്കൾക്ക് കൈമാറി കൊച്ചുമക്കൾക്ക് കൈമാറി അങ്ങനെ പോകാനൊക്കെ. വിൽക്കാൻ പാടില്ല, ആരും അവിടെ വാങ്ങാനും ഒക്കത്തില്ല. അവിടെ ഏതൊക്കെ വിഭാഗക്കാർ ഇപ്പൊ സ്ഥലം ഒരു വശത്തൂടെ എൻക്രോച്ച് ചെയ്ത് ഇവരുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു തുച്ഛമായ വില നൽകി. ആരന്വേഷിക്കണം? വർഗീസ് കണ്ണംകുളത്തി അന്വേഷിക്കണം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഹൃദയമുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അതിന് തടയിടണം. അതിനെ തടയിടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് നിത്യ തടയിടേണ്ടത് നിങ്ങൾ വോട്ടർമാരാണ്. അദ്ദേഹം ഇതുപോലെ ഒരു സഭയിൽ അവിടെ വന്നിരുന്ന് എന്നോട് സംസാരിക്കട്ടെ, ഈ പറഞ്ഞ വാചകത്തെ എതിർക്കട്ടെ, ഞാൻ നേരിടാൻ തയ്യാറാണ്. പറ്റൂ? തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഇത്തരം കോളനിയിലെ മുഴുവൻ ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ടൊരു സംഗമത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയെടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു വലിയ മുന്നേറ്റമായിരിക്കും വരുന്നത്. ലോകമറിയണം. 2 കോടിയൊക്കെ ചെലവാക്കി വലിയ ഘോഷണം നടത്തുന്ന പ്രഖ്യാപനം, അതിൻ്റെയൊക്കെ പൊള്ളത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും തരം, ആ പൊള്ളയുടെ സ്ഥാനത്ത് എന്ത് വാക്ക് വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാം. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പട്ടികജാതി കമ്മീഷന്റെ മുമ്പിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഇതുപോലൊരു അധമം നടന്നിരിക്കുന്നു. 3 ഏക്കർ സ്ഥലം ഈ ജീവിതകാലം ആര് വിചാരിച്ചാലും തരം മാറ്റാൻ പറ്റാത്ത കണ്ടൽ വരെയുള്ള ഭൂമിയാണ് 1 കോടി കൊടുത്ത് വാങ്ങിച്ച് SC-ക്കാരെ പറ്റിച്ചിരിക്കുന്നത്. ഒന്നും ചെയ്യാനൊക്കത്തില്ല. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJP ഈ ഡിസംബർ മുതൽ ഭരിക്കും. അവർക്കും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ ചെയ്യാൻ പറ്റും. അതിനകത്ത് യഥാർത്ഥ ഘാതകന്മാരെ മുന്നിൽ കൊണ്ടുവന്ന് ജയിലറയിൽ അടയ്ക്കാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ ഏതെങ്കിലും സ്കീം വഴി, CSR വഴി, അതിപ്പോൾ എൻ്റെ പെട്രോളിയം മിനിസ്ട്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ കോളനിക്കാർക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഭരണപരമായ മുന്നേറ്റം നടത്താൻ BJP അവിടെ ഭരണത്തിൽ വന്നാൽ സാധിക്കും. ഇപ്പോ നിങ്ങളെപ്പോലെ നിങ്ങൾക്കിത് കേട്ടൊരു പ്രക്ഷുബ്ധത നിങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അതുപോലെ പ്രതികരിക്കാൻ മാത്രമേ എനിക്കും എൻ്റെ സംഘാംഗങ്ങൾക്കും സാധിക്കുന്നുള്ളൂ. അത് തുടങ്ങിക്കഴിഞ്ഞു. ദേശീയ പിന്നോക്ക കമ്മീഷന്, SC കമ്മീഷന് ഇവരുടെ 1 മേലെ ലക്ഷം ഒപ്പ് ശേഖരണം നടത്തിക്കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. കേരള സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവും. കോടതിയിൽ തന്നെ പറയേണ്ടി വരും. എന്താണ് ഈ ദളിത് പ്രണയം, SC പ്രണയം, ST പ്രണയം? ഇതെല്ലാം പൊള്ളയല്ല. പൊള്ളയല്ലാത്ത ചില പ്രീണന പ്രണയങ്ങളും ഇല്ല. ആർക്കാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതും ഉണ്ടായിക്കോട്ടെ, അർഹതയുള്ളവരാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതുമൊക്കെ വേണ്ടതാണ്. പക്ഷെ എങ്ങനെ ഏറ്റവും അടിത്തട്ടി കിടക്കുന്നവര് ഇങ്ങനെ തേപ്പിൽ മാത്രം മുക്കി നിർത്തും? ഇവിടെ SC-യുടെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്താ പേര്? കൃഷ്ണൻകുട്ടി. ആ, ഞാൻ ഇദ്ദേഹത്തിനുള്ള മറുപടിയായി ഇപ്പൊ പറഞ്ഞത്. അങ്ങേക്കുള്ള മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, അന്യായം ഉണ്ടെങ്കിൽ ആർക്ക് വേണേലും പറയാം. സർ, ആണെന്ന് തലയാട്ടം ആ വീട്ടിലാണ്. ആ ചുമ്മാ അല്ല. സർ, ചേരൂരിൻ്റെ അഭിമാനം, സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിമാനമാണ് ചേരൂർ NSUP സ്കൂൾ. തുടങ്ങിയിട്ട് 95 വർഷമായി. ഞാനൊക്കെ അവിടെ പഠിച്ച 78 വയസ്സുകാരൻ. അവിടെ പഠിച്ച അഭിമാനമായിരുന്നു. ഇങ്ങോട്ട് ചേരൂർ എന്ന് പറഞ്ഞാൽ ചേരൂർ സ്കൂൾ.
കേട്ടോ. പിന്നെ ഒന്ന് കള്ള് ഷാപ്പ് തെരഞ്ഞാവില്ല, 2 ഫേമസ് കേട്ടോ. അപ്പോൾ സാർ, ഈ ചെറുപുഴ സ്കൂള് 95 വർഷമായിട്ട് പ്രൈമറി സ്കൂളാണ്, 67 വർഷമായിട്ട് അപ്പർ പ്രൈമറി സ്കൂളാണ്. അതിന് പാരലായിട്ടുള്ള വില്ലണം ഹൈസ്കൂളായി മാറി, രാമവർമ്മപുരം ഹൈസ്കൂളായി മാറി. ചെറൂർ സ്കൂൾ മാത്രം അതുപോലെ തന്നെ കിടക്കുന്നു. അവിടെ സ്ഥലമൊക്കെ ഒരുപാടുണ്ടോ? സ്ഥലം ഉണ്ട്. ഇപ്പോൾ ഞാനത് പറയാൻ കാരണം തൊട്ടടുത്ത സ്ഥലം വിൽപ്പനയ്ക്ക് പോകാൻ വെച്ചിരിക്കുകയാണ്. ആ സ്ഥലം കൂടി ആഡ് ചെയ്താൽ ഹൈസ്കൂളിനുള്ളത് പൂർണ്ണമായ സ്ഥലം. പക്ഷെ അത് ആഡ് ചെയ്യണം? സാറ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതെ, ആയിരുന്നു. പറയും, ആഡ് ചെയ്യണം? അതാ സ്കൂളുകാർ. സ്കൂള് ആരുടെ കീഴിലാണ്? സ്കൂള് പ്രൈവറ്റ് മാനേജ്മെന്റ്. അതെ, അവർ ചെയ്യുമോ? ചെയ്യണം. നമ്മളൊക്കെ അവരിൽ പോയിട്ട് ഒരു സമ്മർദ്ദം ചെലുത്തുകയോ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്താൽ ചെയ്യാം. സമ്മർദ്ദം ചെലുത്തിയ? സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, താല്പര്യം പ്രകടിപ്പിച്ച്. അതിനൊരു ടീം വേണമല്ലോ. ഇത്രയും സർക്കാരുകൾ ഭരിച്ചു പോയി, ഇവിടെ ആരും തന്നെ എടുക്കാത്ത താല്പര്യം ഈ പോയിന്റിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. എവരെയും വിളിക്കും, നമ്പർ എടുത്തു, എവരുടെ ഒരു സംഘത്തിനെ വിളിച്ചിരുത്തി സംസാരിക്കും. ഓക്കെ സാർ, താങ്ക് യു. അങ്ങനെ അവർ ആ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ 50 ലക്ഷം വരെ MP ഫണ്ടിൽ നിന്ന് ഒരു സമുച്ചയം പണിയുന്നതിന് വേണ്ടി കൊടുക്കാൻ സാധിക്കും. സ്കൂളിന് പറ്റില്ലേ? 50 ലക്ഷം വരെ കൊടുക്കാം. അപ്പൊ അതിൽ ഒരു ബിൽഡിംഗ് MP-യുടെ വകയായിരിക്കും. അങ്ങനെയും പ്രചോദിപ്പിക്കാം. നോക്കൂ, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പറയാൻ പറ്റും, അല്ലാത്തത് നിങ്ങൾ ചെയ്ത് തന്നാൽ ഞാൻ ചെയ്യാം എന്നേ എനിക്ക് പറയാൻ പറ്റും. ഹലോ സാർ, ഞാൻ ആഷ്ലിൻ്റെ അമ്മ. സാറ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക്. ന്യൂമോണിയ വരച്ച് 2 ഓപ്പറേഷൻ കഴിഞ്ഞത്. സമൂഹത്തിൽ ജനാലയുടെ അടുത്ത് കിടത്തിയ ആളല്ലേ ഞാൻ? എയർ കണ്ടീഷണർ ഒക്കെ. അതെ അതെ അതെ. സാറ് നെറ്റടിച്ചെന്നു. സാറ് ഒരു പാർട്ടിക്കാരൻ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. ഒരാളും എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. സാറാണ് എൻ്റെ മകളെ കാണാൻ വന്നത്. 2021 അതെ, അന്ന് നിയമസഭാ ഇലക്ഷനും കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് 2024 അടുത്ത ഇലക്ഷൻ വന്നത്. അപ്പൊ അതൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഒരാളും വന്നില്ല സാർ. അപ്പൊ സാർ ഞങ്ങളുടെ വീട് കണ്ടപ്പോൾ സാർ ഞങ്ങൾ ഇപ്പോഴും വാടകയ്ക്ക് സാർ. അന്ന് സാർ ഞാൻ അന്ന് പള്ളിക്കാരോട് പറഞ്ഞ സ്ഥലം തരികയാണെങ്കിൽ, വാങ്ങി തന്നില്ല സാർ. സ്ഥലം തരികയാണെങ്കിൽ ഞാൻ 4 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് അന്ന് വാഗ്ദാനം ചെയ്തു. ചെയ്തന്നില്ല സാർ. എന്നും ആ വാഗ്ദാനം നിലനിൽക്കുന്നു. ആരും ചെയ്തന്നില്ല സാർ. ഞാൻ 2 പ്രാവശ്യം സാറിൻ്റെ ഓഫീസിൽ ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം അതിൻ്റെ 2 മാസം മുന്നേ വെച്ചു. ഒരു റിപ്ലൈ പോലും കിട്ടിയില്ല. അപ്പോൾ റിപ്ലൈ കിട്ടത്തില്ല. നമ്മൾ തങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ സാർ നമ്മൾ തങ്ങളിൽ സംസാരിച്ചു. ആ വാഗ്ദാനം ഇപ്പോഴും ഞാൻ നിലനിർത്താം. ചെയ്യില്ല സാർ. അല്ല, ആരും നമ്മൾക്ക് പാവങ്ങളോട് ഒരാൾക്ക് പള്ളിക്കാരോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ആരെങ്കിലും സഹകരിച്ചാൽ മതിയാവും. കാരണം ഞാനിത് എന്റെ മക്കൾ അനുഭവിക്കേണ്ട കാശാണ് എടുത്തു തരുന്നത്. എനിക്ക് വേറെ കള്ള് കച്ചവടം ഇല്ല, മറ്റേ കച്ചവടം ഇല്ല, ഒന്നുമില്ല. ആരും തിരിഞ്ഞു പോലും ഇതുവരെ നോക്കിയിട്ടില്ല സാർ. അപ്പോൾ ആഷ്ലി റിക്കവറായി, വലിയ കുട്ടിയായി, പഠിപ്പൊക്കെ വിമലയിൽ കഴിഞ്ഞു. സാർ അന്ന് വോട്ടിന് അവിടെ വന്ന ഇലക്ഷനൊക്കെ കൊണ്ടാറ് വന്നപ്പോൾ ഞാൻ എൻ്റെ മകളെ സാറിനെ കാണിച്ചു തന്നിരുന്നു. ഇന്ന് വിളിച്ചപ്പോൾ അവൾക്ക് പനി, ഇടയ്ക്ക് ഇൻഫെക്ഷൻ വരും, ദയയിൽ കൊണ്ടുപോകും. ഞാൻ ജോലി പണിക്ക് പോകുന്നുണ്ട്. ആ കാശ് മാസത്തിൽ 2 പ്രാവശ്യം അവൾക്ക് മരുന്ന് മേടിക്കണം. ഇപ്പം ആള് സാറിനോട് പറഞ്ഞിരുന്നത് എനിക്കൊരു ജോലി വേണമെന്നാ. ഞാൻ അപേക്ഷയിലും വെച്ചിരുന്നു അവൾക്കൊരു ജോലി കിട്ടണം സാർ. അതിന് നമുക്ക് ഒരു സംവിധാനവും ഇല്ല. അല്ല, ഞങ്ങളുടെ ഒരു കാര്യം പറഞ്ഞതിന് കാരണം എനിക്ക് അസുഖങ്ങളായി, യൂറിക് അസുഖം നടത്താൻ ബുദ്ധിമുട്ട്, കണ്ണിന് കാഴ്ച കുറവായി, ജോലി ചെയ്യാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി സാർ. അപ്പോൾ ഇന്ന് വേറെ ആൾ വിളിച്ച് പറയാം സാറിവിടെ വരുന്നത്. അപ്പോൾ ആ സന്തോഷം, കാരണം ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഞങ്ങളുടെ സാറാണെന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ആ സന്തോഷം ഇന്നുണ്ട്, എന്നുണ്ട്. താങ്ക് യു സാർ. സാറേ, ഞാൻ വേദനയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ല. ഇത് വ്യക്തിപരമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കേണ്ട ഒരു സ്ഥലമേ അല്ല. അതൊന്നും എന്റെ പ്രധാനമന്ത്രിയുടെ, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുണ്ട്, PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന.
നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ വകുപ്പിനെയും നിലയ്ക്ക് നിർത്തുക. നിങ്ങൾക്ക് ആ ലിസ്റ്റ് വീണ്ടും തുറക്കണം, അതിലേക്ക് പുതിയ രജിസ്ട്രേഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അതുവഴി അത് നേടിത്തരുന്നതിന് എൻ്റെ ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ ഞാൻ അതിനകത്ത് ഒരു മുൻഗണന ക്രമത്തിൽ അത് ഉൾപ്പെടുത്തി തരാം. എൻ്റെ ആൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്കിങ്ങുകളാണ്, എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷറും ഷുഗറും ഒരാളാണ്. ഇത്രയും ഞാൻ ചെയ്യാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നു. പക്ഷെ അതിനു മുമ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന ഏറ്റെടുക്കാൻ കേരള സർക്കാർ തയ്യാറാണ്. സാറ് എനിക്ക് എന്താ വേണ്ടി കിടക്കാനൊരു കിടപ്പാടം എനിക്ക് തന്നാൽ മതി. അതൊന്നും അല്ലല്ല, ഞാൻ എത്ര പേർക്ക് കൊടുക്കും, അത് നടക്കത്തില്ല അമ്മ, കേട്ടോ. ഇത് ചെയ്യണം. ശരി സാറ്. സാർ നമസ്കാരം. സാർ ഇത് ചോദ്യമല്ല, ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ NSUP സ്കൂളിനെ പറ്റി. അതെന്തോ കേസിലൊക്കെ കിടക്കുകയാണ്. അതിനിപ്പോൾ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ആരെ കാണുക എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സാണ് ഇപ്പോൾ അത് മാനേജ് ചെയ്യുന്നത്. അത് NSUP സ്കൂൾ നായർ സമാജം കുറച്ച് ആൾക്കാർ ചേർന്നുണ്ടാക്കിയതാണ്. അത് NSSൻ്റെ പോലെയല്ല സ്കൂള്. അങ്ങനെ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട്. NSSുമായിട്ട് ബന്ധമുണ്ടോ? NSS ആയിട്ട് ബന്ധമില്ല. അത് NSSന് ഇപ്പോൾ അവകാശപ്പെടാം. കാരണം കുറച്ച് ശരി, ഞാൻ NSSന്റെ പ്രസിഡന്റുമായിട്ടൊന്ന് സംസാരിച്ചു. ശരി, അദ്ദേഹമായിട്ട് ഞാനൊന്ന് വക്കീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, കേട്ടോ. നമസ്കാരം. വക്കീലിന്റെ വീട്ടിൽ പോകണം. NSSന്റെ ജസ്റ്റിനെ വിളിച്ചത് NSSന്റെ പ്രസിഡന്റ്. നമസ്കാരം സാർ. അതെ, ഞാനൊരു PF പെൻഷനറാണ്. 20 കൊല്ലം പെൻഷനായിട്ട് 1305 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. അപ്പൊ ഇതിന് വല്ല പ്രോഗ്രസ് ഉണ്ടാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. പ്രോഗ്രസ് തൽക്കാലം ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. കാരണം പെൻഷൻ എന്ന് പറയുന്നതിന് പകരം ഇപ്പോഴും സർവീസിലിരിക്കുന്ന ആശമാരുടെ കാര്യത്തിൽ ദേശീയമായിട്ട് നമുക്ക് ശക്തമായ ഒരു മുന്നേറ്റം, അവരുടെ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ അവരില്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൊടുക്കും. പ്രത്യേകിച്ച് വീട്ടിൽ ഒരു പ്രായത്തിനപ്പുറം കഴിയുന്ന ആൾക്കാർ, പെൻഷൻ പറ്റുന്ന ആൾക്കാർ കൊടുങ്ങും അവരാക്റ്റീവായിട്ട് രംഗത്തില്ലെങ്കിൽ. അപ്പോൾ ശമ്പളം എന്നതിന് പുതിയ പേ കമ്മീഷൻ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഏതൊക്കെ മേഖലയിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ അറിയത്തില്ല. എൻ്റെ വകുപ്പ് പോലും അല്ല. പെൻഷൻ അധികമാക്കി കിട്ടണം എന്ന വിചാരം കുറച്ച് ലോലമാക്കുന്നത് നന്നായിരിക്കുന്ന മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കുറയ്ക്കില്ല 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 അല്ല അല്ല, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പുതിയ തലമുറ ജോലി നേടി വരുന്നവരുടെ ശമ്പളത്തിന്റെ അളവെത്ര, അതുപോലെ റിട്ടയറായി പോകാൻ തയ്യാറായി നിൽക്കുന്ന പ്രായത്തിന്റെ ബ്രാക്കറ്റിൽ വരുന്നവരുടെ ശമ്പളം എത്ര, ഇതെല്ലാം ഈ പേ കമ്മീഷന്റെ ഒരു പരിഗണനയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വാഗ്ദാനവും നൽകാനൊക്കത്തില്ല. ഞാൻ 34 കൊല്ലം ജോലി ചെയ്തതാണ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയില്. വാഗ്ദാനം ചെയ്ത പെൻഷൻ കിട്ടുന്നുണ്ടോ? 1305 കിട്ടുന്നുണ്ട്. യെസ്. നമ്മുടെ ഈ ചേറൂർ ഡിവിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കണമെന്ന് ചോദിക്കട്ടോ. നമസ്കാരം സാർ, എൻ്റെ പേര് മഹേഷ്. ഞാൻ ഒരു 20 കൊല്ലമായിട്ട് ട്യൂഷൻ എൻട്രൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. തൃശ്ശൂർ എന്ന് പറയുന്നത് എൻട്രൻസിൻ്റെ ഈറ്റില്ലമാണ്, അറിയാലോ സാറിന്. അപ്പോൾ ഇവിടെ നമുക്ക് നീറ്റ് അതുപോലെ തന്നെ IITയുടെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ കോഴ്സുകൾ ഇവിടെ ഓൾറെഡി നടക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട +1+2 വിദ്യാർത്ഥികളിൽ അത്യാവശ്യം കഴിവുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ക്രാഷ് കോഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു കോഴ്സിന് പോകണമെങ്കിൽ ഇപ്പോൾ IITയുടെ കോച്ചിങ്ങിനൊക്കെ പോകണമെങ്കിൽ 1 ലക്ഷം രൂപ അതിന് മേലൊക്കെ വേണം. മോറോവർ ഇനിയിപ്പോൾ കൊമേഴ്സ് മേഖലയിലൊക്കെ ആണെങ്കിൽ CMA CAക്കൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ എൻട്രൻസിന് തന്നെ വേണം 20-25 രൂപയൊക്കെ വേണം. പക്ഷെ കഴിഞ്ഞ MP യുടെ സമയത്തൊക്കെ ഇപ്പോൾ CA CMAയുടെ ഒക്കെ എൻട്രൻസിന് വേണ്ടിയിട്ട് MP ഫണ്ടിൽ നിന്നിട്ട് പൈസ ചെലവാക്കിയിരുന്നു. സാറിനെ സംബന്ധിച്ച് അതിന് എന്തെങ്കിലും വിളിക്കുന്നു ഞാൻ
ഈ പറഞ്ഞത് അസത്യം മാത്രമാണ്. അതാ പറഞ്ഞ അതിന്റെ ഉള്ളിലുള്ള ഇല്ലില്ല, അല്ല ഞാൻ പറയുന്നത് സാർ കൊടുക്കാനൊക്കത്തില്ല. പക്ഷേ സാർ കഴിഞ്ഞ പ്ലാനിംഗ് ഓഫീസറെ വിളിച്ചു ചോദിക്കുക, കഴിഞ്ഞ MP എങ്ങനെയാ കൊടുത്തതെന്ന് ചോദിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും കൊടുക്കും. എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്താ വെച്ചാൽ അവര് എങ്ങനെയാണോ സ്കൂളുകളിൽ കയറിയിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ വിഷയത്തിലൊന്ന് കടിച്ചു തൂങ്ങി നിൽക്കാൻ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ആ ആരോപണത്തിൽ? അല്ലെങ്കിൽ ആ ഒരു എന്റെ അറിവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പല സ്കൂളുകളിലും ഒരു സ്കൂളിലും ഇല്ല. പക്ഷെ MLA കൊടുക്കുന്ന അങ്ങനെ ഒരു ലെറ്റർ ഹെഡ് സോറി MP ഷുവർ MP കൊടുക്കുന്നുണ്ട് ഉണ്ട് എന്നുള്ള അറിവില്ല. അത് അറിവല്ല. അതിന്റെ പ്രൂഫ് ഞാൻ തരാം. ഇത് പ്ലാനിംഗ് ഓഫീസറാണ്. പ്ലാനിംഗ് ഓഫീസിലെ സ്റ്റാഫാണ്. ഓക്കെ. ഇവിടെ ഒരു സഹോദരൻ പറയുന്നത് കഴിഞ്ഞ MP ഇവിടെ ഈ പിന്നെ കോച്ചിങ് സെന്ററുകളിലേക്ക് പോകുന്നതിന് MP ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയൊക്കെയാണ് ഇപ്പൊ അവർക്ക് ഫീസ് നൽകുമെന്ന്. അങ്ങനെ ഒരു സംവിധാനം നമുക്ക് എപ്പോഴെങ്കിലും പക്ഷേ ഇത് വെച്ചുകൊണ്ട് MP-യുടെ ആളുകള് പല പ്രൊമോഷൻ പ്രോഗ്രാമുകൾ നടത്തും. അത് അവരെ പോയി ചോദ്യം ചെയ്യുക, അവരെ കൈകാര്യം ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളത്. സാർ ഓക്കെ, ഞാൻ പറയുന്നത് സാറിന് ഇതിന് എന്തെങ്കിലും ചെയ്യാനൊക്കത്തില്ല. പാവപ്പെട്ട കുട്ടികൾ സംവിധാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധ്യമാകുമോ അതേ ചെയ്യാനൊക്കൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി കമ്പി എണ്ണേണ്ടി വരും. താങ്ക് യു സാർ. വഴിവിട്ട് അല്ലേ? എനിക്കത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ കുറച്ച് പൊങ്ങച്ചം പറച്ചിൽ പോലെ വരും. ഞാൻ കൊടുത്തിട്ടുള്ള കോടികൾ വേറെ ഏതെങ്കിലും ഒരു MP കൊടുത്തതിന് നിങ്ങൾ തെളിവുണ്ടാക്കി തരാമോ? എൻ്റെ കയ്യിൽ കണക്കുണ്ട്. ഏതാണ്ട് 98 മുതൽ ലേലത്തിന് ശേഷമാണ് എനിക്ക് ശമ്പളത്തിൽ ഗണ്യമായ മാറ്റം വന്നത്. അന്ന് മുതൽ ചെറിയ തോത് തുടങ്ങി ഞാൻ ഇടപെടുന്ന പ്രശ്നങ്ങളിൽ മറ്റുള്ള പണക്കാരൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതടക്കം, ഞാൻ അവരുടെ എന്തെങ്കിലും ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് എന്നൊരു ഉദ്ഘാടനം ചെയ്താൽ കിട്ടുന്ന കാശടക്കം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പോഴും മനോരമയിൽ ഞാൻ 2 പാട്ട് പാടാൻ പോയാൽ എനിക്ക് 25 ലക്ഷം രൂപ കിട്ടും. ആ കാശ് എവിടെയാ പോയതെന്ന് കാണണം. ഈ ഫിലിം അവാർഡ്സിന് മേടിച്ച് 25 ലക്ഷം വന്നോ? ദിവസനോ പരിപാടി കഴിഞ്ഞിട്ട് 2-3 മാസമായി. വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. 25 ലക്ഷം രൂപ. ഇതിനു മുമ്പ് 3 പ്രാവശ്യം മനോരമ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ 25 ഒരിക്കൽ 20 അങ്ങനെ 95 ലക്ഷം രൂപയും പാവങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന് മറ്റേ പരുത്തി ഇപ്പൊ പറയും ഇട്ടുകൊടുത്തിട്ടുണ്ടെന്ന് ആക്കി മാറ്റും, എന്നെ അവഹേളിക്കാൻ. ഇത് സംഭവിച്ചതാണ്. പാവങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലല്ലേ അത് ഒരു വലിയ മ്ലേച്ഛമാവും. ഞാൻ എത്തിച്ചിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ കഞ്ഞിപ്പാത്രത്തിൽ തന്നെയാണ് എത്തിച്ചത്. കഞ്ഞിപ്പാത്രമേ ഉള്ളൂ. അടുത്തത്, ഞാൻ ഒരു ഉദ്ഘാടനത്തിനും കിട്ടുന്ന കാശ്, ഏതെങ്കിലും പരിപാടിക്ക് പോകുന്ന കാശ് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. 2000-ന് ശേഷം ഞാൻ എടുത്തിട്ടില്ല. ഹലോ, നമസ്കാരം സർ. ഒരു PACL എന്ന പേഴ്സിൻ്റെ സഹോദര സ്ഥാപനമായ PACL ഞങ്ങളൊക്കെ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. അതൊരു 10-30 വർഷം ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. പക്ഷേ ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഞങ്ങൾ ചേർന്നു 1-2 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിട്ടി. പിന്നീട് അത് നമുക്ക് അതിൽ വിശ്വാസ്യത വർദ്ധിച്ചിട്ട് നമ്മൾ കുറേയധികം പൈസ അതിലിട്ടു. ഇപ്പോൾ ഏകദേശം എനിക്ക് തന്നെ ഒരു 10 ലക്ഷത്തോളം രൂപ കിട്ടാനുണ്ട്. അത് സെബിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ പൈസ കിട്ടാൻ കാലതാമസം. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പം മറ്റേ MP എടുത്ത് പിന്നെ ട്രെയിനിങ്ങിന് പോകാൻ കാശ് കൊടുത്തെന്ന് പറഞ്ഞതുപോലെയാണ്. സെബിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഇതിനൊക്കെ വ്യക്തമായ സംവിധാനമുണ്ട് നമുക്കിവിടെ. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാനിത് അന്വേഷിക്കാം, സെബിക്ക് വിട്ടുകൊടുത്തതാണോ കിട്ടാത്ത. ഇപ്പൊ കരുവന്നൂരിന്റെ കാര്യത്തിൽ പറഞ്ഞ വാഗ്ദാനം പാലിച്ചിട്ടുണ്ട്.
ഞാൻ ഒരു പദയാത്ര നടത്തി. അന്ന് രാത്രി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. അന്ന് യാത്രക്കിടയ്ക്ക് മുഴുവൻ TV ചാനലും കാണിച്ചതാണ് പ്രധാനമന്ത്രി എന്നെ ഫോണിൽ വിളിക്കുന്നത്. ഞാൻ ആ ജാഥയിലിടയ്ക്ക് ഒരു കസേര ഇട്ടിരുന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞതും 18.25 കിലോമീറ്റർ ഒറ്റ ലാപ്പിൽ നടക്കുന്നതിനെതിരെ അദ്ദേഹം നല്ല ശാസനയാണ് എനിക്ക് തന്നത്. ഇതെല്ലാം കഴിഞ്ഞ് 3-ാം ദിവസം ഡേറ്റ് കുറിച്ച് ഞാൻ അവിടെ എത്തണം. 7-ാം ദിവസം 3-ാം തീയതിയാണ് പദയാത്ര. 10-ാം തീയതി അദ്ദേഹത്തിൻ്റെ 10-ാം തീയതി അല്ലേ 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മോളുടെ കല്യാണ ക്ഷണക്കത്തുമായി കുടുംബവുമായിട്ട് പോയാണ് കണ്ടത്. അത് ഈ തെറിവിളിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. വീട്ടുകാരെയും കൂടെ കൊണ്ടുപോകുമ്പം തല്ല് കുറയുമല്ലോ. പക്ഷെ അവിടെ വെച്ച് എൻ്റെ ഭാര്യയെ തന്നെയാണ്, രാധികാജി ആപ്നെ ക്യോ നഹി റോക്ക ഇസേ. You know his age. You know his health concerns. You should be concerned. ഇതെല്ലാം ഹിന്ദിയിലാണ് ചോദിച്ചത്. എന്നെക്കാൾ നല്ല ഹിന്ദി രാധികയ്ക്ക് അറിയാം. അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ പദയാത്രയുടെ ഉദ്ദേശം മനസ്സിലായി. അമിത്ഷാ എടുത്ത് പറഞ്ഞു. ഞാൻ കണ്ടിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ED ഇവിടെ കയറുന്നത്. നിരങ്ങി പിടിച്ച് സ്വത്തുക്കൾ പിടിച്ചെടുത്ത് 100-ന് മേലെ കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട്. ഇത് ഈ കരുവന്നൂർ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചാൽ മാത്രമേ ഈ പാവങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ പൈസ ഇല്ല എന്ന് യവന്മാർക്ക് പറയാതിരിക്കാൻ പറ്റൂ. പൈസ ഉണ്ട്, തരൂ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും. കോടതിയെ സമീപിച്ചു ED. അവരിതുവരെ ആ പണം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട വകുപ്പും സഹകരണ വകുപ്പും ആ പൈസ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് വിചാരിച്ചത്. അവർ വിചാരിച്ചത് 24 അപ്പോഴും മറ്റേ പപ്പു പ്രധാനമന്ത്രിയായിട്ട് വരും, അപ്പോൾ നമുക്കിത് വീണ്ടും ജനങ്ങളെ കഴുത്തറക്കാം, ഭരണവുമായിട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് അതങ്ങനെ വെച്ചത്. ഇപ്പോഴും അവർ വിചാരിക്കുന്നത് 2026 വീണ്ടും വന്ന് 5 വർഷത്തേക്ക് കിറ്റ് കൊടുത്ത് നേടാം, എന്നിട്ട് ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാം. അതിന് വഴിവെക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ വോട്ടിംഗ് സമ്പ്രദായമാണെങ്കിൽ വലിയ നമസ്കാരം. എനിക്കൊന്നും ചെയ്യാനില്ല, ഞാനൊന്നും ചെയ്യുകയുമില്ല. ഞങ്ങൾ സെബിയുടെ അവിടെ ഞങ്ങൾ ധർണയൊക്കെ ചെയ്തു. പക്ഷെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സീനിയേഴ്സൊന്നും ഒരു കാര്യത്തിനും വരുന്നില്ല. ഞങ്ങളെ ചേർത്ത് സീനിയേഴ്സൊന്നും ഒരു കാര്യത്തിനും പോയിരുന്നില്ല. ഇതിപ്പോ ഞാൻ എവിടെങ്കിലും ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അപ്പൊ തന്നെ മറ്റേ കൂലിയെടുത്തുകാർ വരും. UP ഇതുണ്ടോ, MP ഇതുണ്ടോ, കശ്മീരിലുണ്ടെന്ന് പറയത്തില്ല, തമിഴ്നാട്ടിലുണ്ടെന്ന് പറയത്തില്ല, കർണാടകത്തിലുണ്ടെന്നും പറയത്തില്ല. നല്ല രാഷ്ട്രീയമല്ലേ. UP അവിടെയുള്ള ആണുങ്ങളത് നോക്കും, നോക്കിയിട്ടുണ്ടാവും. കേരളത്തിൽ ആണുങ്ങളാവണം ഭരണത്തിൽ വരുന്നത്. ആ അതും കേട്ടു, അതും കേൾക്കണം നിങ്ങൾ. അവിടെയൊക്കെ എല്ലാം കൃത്യമായി കൊടുക്കുന്നുണ്ടെന്ന്. ഇവിടെയാണ് ഇങ്ങനെ. നല്ല കാര്യമല്ലേ? ആണുങ്ങൾ ഭരിക്കട്ടെ ഇവിടെ. നിങ്ങൾ 5 വർഷത്തേക്ക് നിങ്ങളൊക്കെ തീരുമാനിക്കൂ. നോക്കട്ടെ, ഇതിലൊരു 50% പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾ തുടരും, ഞങ്ങൾ പടരും. ഡാൻസ് സ്പോർട്ട് അത്ലറ്റ് ആണ്. ആർട്ടും സ്പോർട്സും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് റഷ്യയിൽ ട്രെയിനിങ് ആയിരുന്നു. ഇപ്പം നാട്ടിൽ തിരിച്ചു വന്ന് ഞാനും എൻ്റെ സ്റ്റുഡൻസും ആദ്യമായിട്ട് കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നാഷണൽ ചാമ്പ്യൻ ആണിപ്പോൾ. ഒപ്പം ഒപ്പം വൈസ് ചാമ്പ്യൻസ് ആണ് എൻ്റെ സ്റ്റുഡൻസ്. ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് വേൾഡ് കപ്പിൽ പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. സോ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആളാണ്, ആദ്യത്തെ മലയാളിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്പോൺസർ എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്. ഞാൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു.
അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഫണ്ടിൻ്റെ കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ക്രൗഡ് ഫണ്ടിങ് ആണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ സ്റ്റുഡൻസും വെൽവിഷേഴ്സും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ എൻ്റെ അമ്മയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആള് റിട്ടയർഡായി 2018 സ്വന്തം ചെലവിലാണോ പോകേണ്ടത്? സ്വന്തം ചെലവിലാണ് ഇത്രയും നാള് പോയത്. സ്വന്തം ചെലവിലാണ് റഷ്യയിൽ നിന്നത്. ഈ വേൾഡ് കപ്പിന് പോകേണ്ടത് സ്വന്തം ചെലവിലാണോ? അല്ല, അങ്ങനെയില്ല. നമ്മൾ സാധാരണ എല്ലാ സ്പോർട്സിനും സ്പോൺസേഴ്സ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് നാഷണൽ ഫെഡറേഷൻ ഉണ്ട്, പക്ഷെ ഫെഡറേഷന്റെ കയ്യിൽ ഫണ്ടില്ല. കാരണം നമ്മുടെ ഒരു ഫെഡറേഷന്റെ കയ്യിലില്ലാത്ത ഫണ്ടാണ് എന്റെ കയ്യിലുണ്ടാകുന്നതെന്ന് ആവശ്യപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പാവങ്ങളുടെ കഞ്ഞിപ്പാത്രവും കൂരയും മാത്രം നോക്കി നടക്കുന്ന ആളാണ്. എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ഈ ഫണ്ട്, ഇപ്പൊ ക്രൗഡ് ഫണ്ട് എന്താണ് അവരുടെ ടാർഗറ്റ്? ക്രൗഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. ആകെ ഒരാളെ ക്വാളിഫൈഡ് ആയിട്ട്. അതെ, ആ ആളിനെ ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ എത്രയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്? നമുക്കൊരു 4 ലക്ഷത്തിന്റെ അടുത്ത് ചെലവ് വരുന്ന ഒരു സ്പോർട്സാണ്. ഇപ്പോ എന്റെ കയ്യിലുള്ളതും എന്റെ സ്റ്റുഡൻസും എന്റെ സപ്പോർട്ടേഴ്സും ഒക്കെ കൂടിയിട്ട് ഒരു 2.5 ലക്ഷത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കി കുറച്ചും കൂടിയാണ് നമുക്ക് വേണ്ടത്. ഒരു 1.25 ലക്ഷത്തിന്റെ അടുത്ത്. 1.25 ലക്ഷം ഞാൻ തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇലക്ഷൻ വിളംബരം വരുന്നതിന് മുമ്പേ ഞാൻ പ്രഖ്യാപിച്ചു കേട്ടോ. ഇനിയിപ്പോ പിന്നെ അക്കരയും ഇക്കരയൊക്കെ ഉള്ളവന്മാർ ഇറങ്ങും. അല്ലെങ്കിൽ ഈ മാസം 27-ാം തീയതിയാണ് എനിക്ക് ഇവിടുന്ന് പോകേണ്ടത്. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നാളെ തിങ്കളാഴ്ചയല്ലേ? നാളെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വരും അക്കൗണ്ടില് IFSC കോഡ് ഇവിടെ പറയണ്ടല്ലോ. എല്ലാം IFSC, ബാങ്ക് ഡീറ്റെയിൽസ് കേട്ടോ, ആധാർ കാർഡ് കോപ്പി, ഒരു ലെറ്ററും വേണം. അതെനിക്ക് ഇൻകം ടാക്സിന്റെ ഓഡിറ്റിന് വേണ്ടിയാണ്. എല്ലാം ഞാൻ തരാം. എല്ലാം തരണം എന്ന് പറഞ്ഞൊരു അപേക്ഷയും അത് അക്കൗണ്ടിൽ വന്ന് വീഴുന്നതും തിരിച്ച് ലെറ്റർ ഇതിനു വേണ്ടി ഇന്ന ആവശ്യത്തിനാണ്. ആ ആവശ്യത്തിന്റെ മഹത്വം അതിനകത്ത് എഴുതണം. ക്രൗഡ് ഫണ്ടിങ് വഴി ഇത്ര പിരിച്ചെടുത്തു, അതിലേക്കാണ് തികയാൻ വേണ്ടി ഇത്ര തന്നത്. 1.25 ലക്ഷം രൂപ തന്നിരിക്കുന്നു, അതിന് നന്ദി എന്ന് പറഞ്ഞൊരു ലെറ്റർ തന്നാൽ അതാണ് ഞാൻ ഇൻകം ടാക്സിൽ കാണിക്കുന്നത്. ചാരിറ്റി സ്ഥാപനമാണെങ്കിലും ഓഡിറ്റ് ഉണ്ട്. മേളയിൽ പാട്ട് പാടാൻ പോയാൽ ചില സ്ഥലങ്ങളിൽ 4 വരിയൊക്കെ പാടി പോകുന്നതിനൊന്നും കാശില്ല കേട്ടോ. അത് അവിടെ വെച്ച് ഓഡിയൻസ് അങ്ങനെ ആവശ്യപ്പെടുമ്പം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ പരിപാടിക്ക് പോകുമ്പോഴാണ് അത്. ഇപ്പോൾ കമകര ഫൗണ്ടേഷൻ്റെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഞാൻ. അതിന് കാശ് വാങ്ങാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതല്ല. പക്ഷെ ഏറ്റവും പ്രധാനം, ഞാൻ രാജ്യസഭയിലിരുന്ന കാലം അത്രയും വാങ്ങിയ ഏതാണ്ട് 60-65 ലക്ഷം രൂപ, അതായത് DA TA വരെ ഉണ്ട് അതിനകത്ത്. അതടക്കം ഞാൻ തൊട്ടിട്ടില്ല. ഇപ്പോൾ ലോക്സഭയിൽ കഴിഞ്ഞ 18 മാസമായില്ല, 16 മാസമായി. 16 മാസമായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒക്ടോബറിലെ ശമ്പളം അടക്കം എൻ്റെ രാജ്യസഭാ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സിനിമ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ ചാരിറ്റിയിലേക്ക് ഇട്ടിട്ടുണ്ട്. 9 പൈസ ഞാൻ തൊട്ടിട്ടില്ല. എല്ലാ MP മാരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം മറ്റെല്ലാ ജോലിയും കളഞ്ഞിട്ട് ഞാൻ ഇതിനിടയ്ക്ക് പോയി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഒരൊറ്റ സിനിമയാണ് അഭിനയിക്കുന്നത്. ഹലോ സുരേഷ്, എനിക്കൊരു കാര്യം പറയാം. എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് നെറ്റ് മണ്ണൂച്ചിലേക്ക് പോണ വഴി ഒരു 400 മീറ്റർ ദൂരമുള്ളൂ. ആ വഴിയിൽ ഭയങ്കര എപ്പോഴും ട്രാഫിക് ജാമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കളക്ടർക്കൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ടർ അത് പാസ്സാക്കിയിട്ട് കോർപ്പറേഷൻ്റെ സെക്രട്ടറിക്കും മേയർക്കും അതുപോലെ തഹസിൽദാർക്ക് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഇവർക്കൊക്കെ അതിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറമ്പോക്ക് ഭൂമിയും അതിലുണ്ട്. അപ്പോൾ അത് അളന്ന് കഴിഞ്ഞിട്ട് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭൂമി അവിടെ നാട്ടുകാരൊക്കെ 1 മീറ്റർ 1.5 മീറ്റർ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ തരുന്ന ഭൂമിക്ക് കാശ് കൊടുത്തില്ലെങ്കിലും അവർക്ക് ആ മതിലുകൾ പൊളിച്ചു കെട്ടണം. അപ്പോൾ അതിനുള്ള ഫണ്ട് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് പരിശ്രമിച്ചപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ താലൂക്ക് കോർപ്പറേഷൻ BJP ഭരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഞാൻ പരിഗണിച്ചിരിക്കും.